ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ എന്നത്തെ പോലെ ഇന്നും വർക്കിന് പോകാൻ പോണ് ഗായ്സ്. അങ്ങനെ നമ്മളിത് അഗോഡോളെത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ, നമുക്ക് പയ്യകത്തേക്ക് പോകാം. അങ്ങനെ നമ്മൾ ലോഡ് കയറ്റാനായിട്ട് വണ്ടിയൊക്കെ അപ്പോൾ അവിടെ പിടിച്ചു കൊടുത്തു ഗായ്സ്. എന്നിട്ട് ഇതാ നമ്മൾ നോക്കി ഒരു ലോഡ് കയറ്റാനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിരിക്കുന്നു. ഇനി ബാക്കി ആ മരുന്നുകളും നമുക്കൊന്ന് പുറത്തൊക്കെ പോയിട്ട് വരാം. അങ്ങനെ ലോഡൊക്കെ കയറി കഴിഞ്ഞു. നമുക്കിനി വണ്ടി മാറ്റിയിടാം. നമ്മൾ വണ്ടി ഇങ്ങനെ സ്റ്റാർട്ടാക്കണം. അങ്ങനെ സ്റ്റാർട്ടാകുന്നില്ല, പിന്നെയും സ്റ്റാർട്ടാക്കിയപ്പോൾ സ്റ്റാർട്ടായി. എന്നിട്ട് പയ്യെ ഗിയറൊക്കെ ഇട്ട് പയ്യെ ഇവിടെ നിന്ന് വണ്ടി ഇങ്ങനെ എടുത്ത് മാറ്റുകയാണ് സുഹൃത്തുക്കളെ. വേറൊക്കെ നോക്കിയാൽ നമ്മൾ ഭയങ്കര പ്രശ്നമായിട്ട് വണ്ടി ഓടിക്കുള്ളൂ. അപ്പോൾ അത് അവിടെ നിന്ന് ആ വണ്ടി വരുന്നു. അടുത്തത് ലോഡ് കയറ്റാനുള്ളത് ആ വണ്ടിയാണ് സുഹൃത്തുക്കളെ. നമ്മൾ മാറിയിട്ടാണ് പുള്ളി ഇങ്ങനെ ഓടിക്കാൻ. മാറ്റിയിടാ പന്നി എന്നാണ് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നമുക്ക് നൈസായിട്ട് മാറ്റി കൊടുക്കാം. വെറുതെ എന്തിനും വിഷയം ഉണ്ടാക്കണം. അങ്ങനെ നമ്മൾ മാറ്റി പയ്യെ നീക്കി അനങ്ങുന്നില്ല ഗൈസ്. തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന സെറ്റപ്പാണ്. അങ്ങനെ ഒന്നനങ്ങി കഴിഞ്ഞാൽ പിന്നെ പയ്യൻ പാറാം. അങ്ങനെ വണ്ടി മാറ്റി. അപ്പോൾ പിന്നെ അവിടെയും പോസ്റ്റ് ഇട്ട് കൊടുത്തു. പുള്ളി ഇപ്പോൾ നിൽക്കുക. അങ്ങനെ പുള്ളി ഇതാ വണ്ടി അങ്ങോട്ട് പിടിക്കുന്നു, ഞാൻ ഇതാ വണ്ടി റിവേഴ്സ് പിടിക്കുന്നു. ഒടുക്കത്തെ വെയിലാണെന്ന് കാണിക്കാനുള്ള എൻ്റെ പ്രകസനമാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊരു അഭിനയം. അങ്ങനെ അപ്പോൾ ഒരു വെയിലത്ത് നടന്ന് നമ്മളിതാ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമില്ല സാധനം കാണാനായിട്ട്. പെരുന്നാളിന് എന്തോ ഇതാണെന്ന് തോന്നുന്നു. നമ്മൾ കടയിലെത്തി പൈപ്പിൽ കൈ കഴുകുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ കടയിലെത്തി പൈപ്പിൽ കൈയല്ലാണ്ട് കാല് കഴുകുമെന്നിരിക്കും. തമാശ. അങ്ങനെ നമ്മളിത് ഈ കസേരയിൽ പോയിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ട് അവൻ ഫുഡ് കൊണ്ട് അപ്പുറത്തെ ടേബിളിൽ വെച്ച്. ഞാൻ അവിടെ പോയിരുന്നു. പിന്നെ ഞാൻ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു പോയില്ല, അല്ലെങ്കിൽ ഞാൻ വിഷയമാണല്ലോ. അങ്ങനെ നമ്മളിതാ ഗോഡൗണിലെത്തി ഡെലിവറി തുടങ്ങിയിരിക്കുന്നു ഗായ്സ്. അങ്ങനെ ഞാനും ഇതും കൂടി ഓരോ തള്ളൊക്കെ തള്ളി ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരു രക്ഷയില്ല ഗൈസ്, ഉടുക്കത്തെ വെയിലാണ്. വെള്ളം കുടിച്ചാൽ ഉപ്പാളേ. അങ്ങനെ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു കമ്പനിക്കാരനെ കണ്ടത്. പിന്നെ കുറച്ച് നേരം അവൻ്റെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞു തന്ന് പിന്നെ അങ്ങനെ ടാറ്റായി ബേബി ഇറങ്ങി ഞങ്ങൾ പിരിഞ്ഞു ഗൈസ്. അങ്ങനെ വെള്ളം കുടിച്ച് കുപ്പി കാലിയായിട്ടും ദാഹം മാറുന്നില്ല ഗൈസ്. പിന്നെ ഒന്നും നോക്കിയില്ല ഗൈസ്. അപ്പം തന്നെ അകത്തുണ്ടായിരുന്നു ഗോഡൗണിൽ കയറി കുറച്ച് വെള്ളമൊക്കെ എടുത്ത് അങ്ങോട്ട് കുടിച്ച്. അപ്പോഴാണ് ഒന്ന് ആശ്വാസമായത്. അങ്ങനെ നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഗോഡൗണിലെത്തി ഗൈസ്. അപ്പം നമ്മൾ വണ്ടി കഴുകാൻ പോവാണ്. മോട്ടർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നേരെ ചെന്നിട്ട് ടാങ്കിലേക്കുള്ള വാൽവ് ഓഫ് ചെയ്യണം. എന്നിട്ട് ഈ കാണുന്ന പൈപ്പിലേക്കുള്ള വാൽവ് ഓൺ ചെയ്യണം. അങ്ങനെ ഓൺ ആക്കിയതിന് ശേഷം അപ്പോൾ നമ്മൾ ഈ വെള്ളം വരും. അപ്പം നമ്മൾ നേരെ പൈപ്പ് എടുക്കുക. പിന്നെ ഒന്നും നോക്കണ്ട, വണ്ടിയിലെ കയ്യിലേക്ക് ഇങ്ങനെ ആക്കണം. എങ്ങനെ ആക്കണം? ഇങ്ങനെ. ഓക്കെ, മറക്കരുത്, അങ്ങനെ തന്നെ ചെയ്യണം. അങ്ങനെ ആക്കി നമ്മളിങ്ങനെ വണ്ടി നല്ല വൃത്തിയായിട്ട് കഴുകണം. വെറുതെ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി ഒരു ചൂടൊക്കെ ഇല്ലേ. ഇനി നമുക്ക് കുറച്ച് പ്രൊഫഷണൽ ഫ്രെയിംസ് നോക്കിയല്ലോ ഗൈസ്. കുറച്ച് വെറൈറ്റിക്ക് വേണ്ടി നമുക്കൊന്ന് മാറ്റി വെച്ചിട്ടെടുത്തു. പിന്നെ ഒന്നും നോക്കിയില്ല, അപ്പം തന്നെ താഴെ കൊണ്ടുപോയി ഫോൺ അങ്ങോട്ട് സെറ്റ് ചെയ്ത്. പിന്നെ ഇനി അവിടെ ഫോണൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ പോയിട്ട് വണ്ടി കഴുകാം. എന്നിട്ട് അങ്ങനെ ഒരു വീഡിയോ എടുക്കാം. പൊള്ളിമോട്ട് ഈ പണ്ടാരാണെങ്കിൽ അവിടെ ഇരിക്കുന്നില്ല ഗൈസ്. കുറേ നേരം എനിക്ക് പ്രാന്ത് അറിയാൻ നേരെ കൂടി വലിച്ച് കറിഞ്ഞാൻ അങ്ങനെ ഇരുന്നു. അപ്പം എന്നെ പേടിയുണ്ട്. അങ്ങനെ അത് അവിടെ നിന്ന് നടന്ന് പോയി പൈപ്പ് എടുക്കാൻ നോക്കിയിട്ട് പൈപ്പ് കിട്ടണ്ടേ, പൈപ്പ് പോയില്ലാന്ന്. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല, ഓരോ സ്പീഡിൽ അങ്ങോട്ട് കഴുകി തുടങ്ങി. കഴുകി കുറച്ച് നേരം അങ്ങോട്ട് കഴുകി അങ്ങോട്ട് സ്പീഡ് കൂടി. പിന്നെ ചാടി തുള്ളിക്കെ കഴുകാൻ തുടങ്ങി. കഴുകി എൻ്റെ ഊപ്പാടായി. അങ്ങനെ കഴുകി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വണ്ടി കുട്ടപ്പനായിരിക്കുന്നു ഗൈസ്. എന്നെ ഒരു ലുക്കായി, എന്നെ പോലെ തന്നെ എന്നെ പറയാനാന്ന് പറ. അങ്ങനെ വണ്ടിയൊക്കെ കഴുകി പയ്യൻ നടന്ന് വന്നത് വണ്ടി കയറാണ് ഗൈസ്. അങ്ങനെ വണ്ടി കയറി ഇരുന്നൊക്കെ കഴിഞ്ഞ് കൊള്ളാം സെറ്റ്. ഒരു ചിരിയൊക്കെ ചിരിച്ച്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. ആ ബയ്യം പറഞ്ഞ അപ്പുറത്തെ കടയിൽ പോയി ചായ കുടിച്ചിട്ട് ആലോചിച്ച്, ചായയല്ല ജീരകസോടയും പഴംപൊരിയും. അപ്പോഴാലോചിച്ചു അയ്യോ വീഡിയോ എടുക്കണമല്ലോ എന്ന്. എന്നിട്ട് പിന്നെ ആ വീഡിയോക്ക് വേണ്ടി മാത്രം ചുമ്മാ തിന്നണ കാണിച്ചാണ് ഗൈസ്. പഴംപൊരിയൊക്കെ തീർന്ന്, അത് വേറെ കാര്യം, 2 അടിയും കൂടി ഉള്ളൂ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചു അയ്യോ ജീരകസോട് ഇങ്ങനെ കാണിച്ചില്ലല്ലോ എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, അപ്പം തന്നെ ജീരകസോട എടുത്ത് 2 കവളും കുടിച്ച്. ഒരു എക്സ്പ്രഷനും എന്താലേ. അങ്ങനെ നമ്മൾ മന്ദം നടന്ന് ഗോഡൗണിലേക്ക് പോകണം സുഹൃത്തുക്കളെ. വെയിൽ ഇച്ചിരി കുറവുണ്ട്. അങ്ങനെ നമ്മളിത് ഗോഡൗണിൽ നിന്ന് പിക്കപ്പിന് പോവാണ്. ഇതാണ് ജോർജേട്ടൻ ഹൈ കാണിക്കി. അപ്പോൾ ജോർജേട്ടൻ ഹൈ കാണിച്ച് പുള്ളിക്ക് എന്താ കാര്യം എന്ന് മനസ്സിലായിട്ടുള്ള ഗൈസ്. അപ്പം നമ്മൾ ഫസ്റ്റ് സാധനം പിക്ക് ചെയ്യാനുള്ള ഗോഡൗണിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ സ്ലോ മോഷനിൽ സാധനം എവിടെയെന്ന് വയ്ക്കാൻ പോകുന്നു ജോർജേട്ടൻ. അങ്ങനെ അവിടെ നിന്ന് സാധനം എടുത്തിറങ്ങിയപ്പോൾ ഒടുക്കത്തെ ബ്ലോഗ് ഗൈസ്. കറുകപ്പള്ളി മൊത്തം എന്താ ഇപ്പം ചെയ്യുക. ഗോഡൗണിൽ നിന്നാണെങ്കിൽ വിളിയും തുടങ്ങി. എപ്പോൾ ചോദിച്ചുകൊണ്ട് എങ്ങനെ പോകാനാണ് ഈ ബ്ലോക്കല്ലേ, എന്ത് ചെയ്യും. അങ്ങനെ നമ്മൾ ഒരു കണക്കിന് ഗോഡൗണിലെത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ. ഗോഡൗണിലെത്തിയപ്പോൾ ഫുള്ള് വണ്ടി. അങ്ങനെ നമ്മൾ ലോഡൊക്കെ ഇറക്കി അടുത്ത സ്ഥലത്തെത്തി. കിടക്കുന്നത് 250 ബോക്സ്. സൂപ്പർ.
അങ്ങനെ നമ്മൾ ഓരോ ബോക്സായിട്ട് വണ്ടി കയറ്റിയിരിക്കുകയാണ് ഗായ്സ്. എല്ലാം കയറ്റി കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ കോലം ഇങ്ങനെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുൾ കയറ്റി കഴിഞ്ഞിരിക്കുന്നു. 2 ട്രിപ്പ് എടുത്ത്, അത് വേറെ കാര്യം. അങ്ങനെ ഫുൾ ഇവിടെ കാലിയായി. അങ്ങനെ വണ്ടിയും കൊണ്ട് ഗോഡൗണിലിട്ട് ഞാൻ വീട്ടിലെത്തി ഗൈസ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഓക്കെ ബൈ ഗായ്സ്.